തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വമ്പൻ പോരാട്ടത്തിനിടെ സുരേഷ് ഗോപിക്കെതിരായ വാഹന നികുതി വെട്ടിപ്പ് കേസ് വീണ്ടും ഉയർന്നുവന്നത് ബിജെപി കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എതിർചേരിക്കാർ നടനെതിരെ നാളുകളായി നടത്തുന്ന അഴിമതി ആരോപണമാണിത്. എന്നാൽ സുരേഷ് ഗോപിക്കെതിരായ ഈ ആരോപണം തെരഞ്ഞെടുപ്പിൽ വിഷയമല്ലായിരുന്നു. കേസ് തള്ളണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം കഴിഞ്ഞ ദിവസം എറണാകുളം ACJM കോടതി നിരസിച്ചതോടെ ഇത് തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ഇടതുപക്ഷവും കോൺഗ്രസും ഇക്കാര്യം പ്രചരണ ആയുധമായി വിനിയോഗിക്കുമെന്ന് ഉറപ്പാണ്. വർഷങ്ങളായി ഈ കേസ് സുരേഷ് ഗോപിക്കൊപ്പമുണ്ട്. അടുത്തിടെ കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടിനെതിരെ പദയാത്ര നടത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. എന്നാൽ നികുതി വെട്ടിപ്പ് കേസുള്ള ഒരാളാണ് അഴിമതിക്കെതിരെ സമരം നടത്തുന്നത് എന്നതിലെ കാപട്യം പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സുരേഷ് ഗോപി നൽകാത്തതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ആഡംബര കാറിന് നികുതി വെട്ടിക്കാനായി പുതുച്ചേരിയിലെ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തെന്നും ഈ വാഹനം കേരളത്തിലാണ് സ്ഥിരമായി ഓടുന്നതെന്നുമാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ്. നടി അമല പോളും ഈ രീതിയിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് നിയമ നടപടി നേരിടുകയാണ്. അതേസമയം സമാന രീതിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത ഫഹദ് ഫാസിൽ സംസ്ഥാന സർക്കാരിന് പിഴയടച്ച് കേസിൽ നിന്നും ഒഴിവായി. 2010-2016 വർഷങ്ങളിലാണ് 2 ഓഡി കാറുകളുടെ രജിസ്ട്രേഷനിലൂടെ നടൻ 19.60 ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ചതായി ആരോപിക്കപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ മേൽവിലാസവും സീലും ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്തതെന്ന് കണ്ടെത്തി കുറ്റപത്രവും സമർപ്പിച്ചു. കേസിൽ സുരേഷ് ഗോപി ജാമ്യം നേടിയിരുന്നു. വിചാരണ നടപടികൾ മെയ് 28-ന് ആരംഭിക്കാനിരിക്കെയാണ് കേസ് തള്ളണമെന്ന ആവശ്യവുമായി നടൻ കോടതിയെ സമീപിച്ചത്. പുതുച്ചേരിയുടെ സമീപ പ്രദേശങ്ങളിൽ തനിക്കും സഹോദരങ്ങൾക്കും കൃഷിയിടങ്ങളുണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ ന്യായീകരണം. അതിനാലാണ് 2 വാഹനങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് കാട്ടിയാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ നടന് സാധിച്ചില്ല. വാഹനം രജിസ്റ്റർ ചെയ്യാനായി നൽകിയിരുന്ന വിലാസം വ്യാജമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞത് തിരിച്ചടിയായി. ഈ മേൽവിലാസത്തിൽ വർഷങ്ങളായി മറ്റൊരാളായിരുന്നു താമസം. പുതുച്ചേരി ചാവടിയിലെ കാർത്തിക അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്നുവെന്ന് വ്യാജവിലാസമുണ്ടാക്കിയാണ് വാഹനങ്ങൾ സുരേഷ് ഗോപി രജിസ്റ്റർ ചെയ്തതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ വിലാസത്തിൽ താമസിക്കുന്നവർക്കോ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കോ സുരേഷ് ഗോപിയെ കണ്ടു പരിചയം പോലുമില്ല. ഇതോടെയാണ് 7 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയത്. നികുതി വെട്ടിപ്പ് നടത്തിയ വാഹന ഉടമകൾക്ക് പിഴ അടച്ച് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാനുള്ള അവസരം ഗതാഗത വകുപ്പ് നൽകിയപ്പോഴാണ് നടൻ ഫഹദ് ഫാസിൽ 17.68 ലക്ഷം രൂപ നികുതി അടച്ച് കേസ് ഒഴിവാക്കിയത്. ഈ ആനുകൂല്യം സുരേഷ് ഗോപി മുതലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇക്കാര്യം ഉയർന്നു വരില്ലായിരുന്നു. സുരേഷ് ഗോപിക്കെതിരായ കേസിൽ ഇപ്പോൾ ചർച്ച സജീവമാകുന്നതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പൊതുപ്രവർത്തകർ അഴിമതി മുക്തരായിരിക്കണമെന്നതാണ് പൊതുവെ കേരളത്തിലെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ നികുതി വെട്ടിച്ച വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന പ്രചാരണം കനത്ത തിരിച്ചടിയായേക്കുമെന്നും സംസ്ഥാന നേതാക്കൾ ആശങ്കപ്പെടുന്നു.